വെള്ളാപ്പള്ളിക്ക് ഇന്നും ശ്വാസം മുട്ടി. പക്ഷെ മലപ്പുറത്തല്ല, ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ അങ്ങ് തലസ്ഥാനത്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ ശ്വാസം മുട്ടൽ. വെള്ളാപ്പള്ളിക്ക് പിണറായി കുടപിടിച്ചതാണ് തദ്ദേശ തിരിച്ചടിക്ക് കാരണമെന്ന CPI വിലയിരുത്തലാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. മലപ്പുറത്തെ 10 വർഷം മുൻപത്തെ അവഗണന സ്മരിച്ച വെള്ളാപ്പള്ളിക്ക് പിണറായിയുടെ 10 വർഷത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചെടിച്ചു. UDFന്റെ ഐശ്വര്യമായി വർത്തിച്ച വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതടക്കം ന്യൂനപക്ഷങ്ങളെ അകറ്റിയ പിണറായിയുടെ ചെയ്തികൾ തിരിച്ചടിയായെന്നാണ് CPIയുടെ വിലയിരുത്തൽ. വെള്ളാപ്പള്ളി പിണറായിക്ക് വേണ്ടിയോ അതോ പിണറായി വെള്ളാപ്പള്ളിക്ക് വേണ്ടിയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ആ കൂട്ടുകെട്ട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്ന് CPI പറയുന്നത് വെള്ളാപ്പള്ളി വിഷയമേ അല്ലെന്ന പിണറായിയുടെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ്. പിണറായിയുടെ നാവെന്ന മട്ടിൽ CPIയെ ചതിയൻ ചന്തു എന്നാണ് ഇന്ന് വെള്ളാപ്പള്ളി വിളിച്ചത്. വഴിയെ പോയ പ്രായമായ ആളെ വാഹനത്തിൽ കയറ്റിയ മുഖ്യമന്ത്രിയുടെ വലിയ മനസ്സിന് ഇന്നും വെള്ളാപ്പള്ളി മുഷ്ടി ചുരുട്ടി സിന്ദാബാദ് വിളിച്ചിട്ടുണ്ട്. പാർട്ടിയിലും മുന്നണിയിലും നടക്കുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ വിമർശിച്ച CPI തദ്ദേശത്തിലെ തോൽവിയെ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ വീണാൽ വീണുവെന്ന് പറയുമെന്ന് ബിനോ വിശ്വം പറഞ്ഞത് ഇല്ല തോറ്റിട്ടില്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നവരോടാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചാണോ പിണറായി വോട്ട് പിടിക്കാനിറങ്ങുന്നതെന്ന ചോദ്യമുയരുന്നത് സ്വന്തം മുന്നണിയിൽ നിന്നാണ്. ആരാണ് ചതിയൻ ചന്തു എന്നതാണ്.